ഫ്രണ്ട്സ്, ഞാൻ 100 AH ബാറ്ററി, ഓട്ടോമോട്ടീവ് ബാറ്ററി എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതിന് എന്ന് പറയാനാണ് ഒരു വീഡിയോ. ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം നമുക്ക് ഇത് പെൻസിനൊക്കെ ഉപയോഗിക്കുന്ന ആമറോണിൻ്റെ DIN 100 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഇതാണ് മോഡല്. അപ്പം ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊരു വലിയൊരു ബാറ്ററി കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യാൻ നേരത്ത് ബാറ്ററിയുടെ എല്ലാ സെല്ലുകളുടെയും നോബുകൾ ഓപ്പൺ ആക്കി വെക്കണം. ഓപ്പൺ ആക്കിയിട്ട് അതിൽ വാട്ടർ ലെവൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കുക, നെഗറ്റീവ് ടെർമിനലിൽ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് നമുക്ക് 12 വോൾട്ടിലേക്ക് മെഷീൻ സെറ്റ് ചെയ്തിടണം. മെഷീൻ ഇതാണ്. മെഷീൻ 12 വോൾട്ടിൻ്റെ ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്തിട്ടിട്ട് അതിൻ്റെ ലോയിലാണോ ഹൈയിലിട്ടാണെങ്കിൽ സ്പീഡിൽ ചാർജ് ചെയ്യാം, ലോയിലാണെങ്കിൽ ലോയിലിട്ട് ചാർജ് ചെയ്യാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. ഇപ്പോൾ ചാർജിങ് ഓപ്ഷനിലേക്ക് വരും. മിനിമം ഒരു 12 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. 12 to 24 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമാണ് ബാറ്ററി ഫുള്ളാവുള്ളൂ. ദെൻ ചാർജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം 0യിലേക്ക് എത്തും. ചാർജ് കംപ്ലീറ്റ് ആയെന്ന് അറിയുന്നത് നമ്മുടെ ഒരു ബോൾ കണ്ടില്ല, ഗ്രീൻ ബോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാർജ് കംപ്ലീറ്റ് ആയതാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഈ നോബ് ഒരു ഊരിയിടുക. സ്വിച്ച് ഓഫ് ചെയ്ത് ചാർജ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഈ ടെർമിനൽ ഊരിയിട്ട് കഴിഞ്ഞ് ഒരു 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ തന്നെ ഈ കണ്ടീഷനിൽ ബാറ്ററി തണുത്ത് കഴിയുമ്പം നമ്മളതിൻ്റെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലൂടെ, ഈ ലെൻസിലൂടെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാറ്ററി ചാർജ് ഫുള്ളായിട്ടുണ്ടെന്ന്. ചാർജ് ഇല്ലെങ്കിൽ ഈ ഗ്രീൻ കാണത്തില്ലായിരിക്കും, നില്ലായിരിക്കും. അങ്ങനെയാണ് ഇപ്പം ബാറ്ററി ചാർജ് ചെയ്യുന്നത്. സിമ്പിളായൊരു